ഒറ്റ കാര്യം കൂടി ഇത്ര വിവാദമായി, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ചിത്രങ്ങൾ വരുന്നു, അങ്ങ് അതിൽ പ്രതിരോധം തീർക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ ഇതെല്ലാം കൂട്ടി യോജിക്കുമ്പോൾ അങ്ങ് വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് സോണിയാഗാന്ധിയിലേക്ക് എത്തിയതെന്ന് തെറ്റായ ധാരണയാണ്. ആ തെറ്റായ ധാരണ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്തുക. അതേ ഉള്ളൂ എനിക്ക് പറയാം. ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ എത്താൻ ഉണ്ണികൃഷ്ണൻ പോയിട്ട് മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവര് സോണിയാഗാന്ധിയെ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെക്കാളൊക്കെ തന്നെ ഈ കോൺഗ്രസ് എംപിമാരെക്കാട്ടിയും കർണാടകയെക്കാട്ടിയും കൂടുതൽ സ്വാധീനം പോയിട്ടിക്ക് സോണിയാഗാന്ധിയുടെ അടുത്തുണ്ടോ? എനിക്ക് അത്രയും കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഈ നടന്ന സംഭവത്തെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്ത് അതേക്കുറിച്ച് ഒന്ന് പറയാം. ക്ഷണക്കത്ത് എന്ന് പറഞ്ഞു എന്ത് പരിപാടിയല്ല, എന്ത് ചടങ്ങിലേക്കുള്ള ക്ഷണമായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് പിന്നെ 2019-20 നടന്ന സംഭവമാണ്. എനിക്ക് അതേക്കുറിച്ച് നല്ല ഓർമ്മ വരുന്നില്ല. ഞാൻ എന്ത് വിചാരിച്ച് ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാളെ കൊടുക്കും അവന് സ്ഥിരബോധം ഇല്ലാത്തവരാണ് എന്ന് മലമുറി ചാനലിൽ കൊടുക്കുമെന്ന് എനിക്കറിയാം. മലമുറി ചാനൽ അത് തന്നെ കൊടുക്കുമെന്ന് എനിക്ക് നന്നായി അറിഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. മലമുറി ചാനൽ സ്ഥിരബോധം ഇല്ലാത്ത ഒരാൾ വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ നിങ്ങൾ കൊടുക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. താങ്കൾക്കെതിരെ ഒരു ആരോപണം, ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് നമ്മൾ സംപ്രേഷണം ചെയ്തു. അപ്പോൾ അത് കാറ്റി വരുത്തുക എന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ക്ലാരിറ്റി ആണല്ലോ ഞാൻ പറഞ്ഞത്. അതിന്റെ ക്ലാരിറ്റി പറഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങിയപ്പോ തന്നെ അത് എന്നോട് ചോദിച്ചു എന്താണ് പിന്നെ ശോഭിതനായി സംസാരിക്കുന്നത്. ഞാൻ ശോഭിതനായി സംസാരിച്ചിട്ടില്ല. ഞാൻ സൗഹാർദ്ദത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരെയും കണ്ടത്. നിങ്ങൾ എന്നെ രാവിലെ വന്ന് വിളിച്ചല്ലോ, ഞാൻ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഒരിക്കൽ മാത്രം എടുത്തു. ഒരിക്കൽ എടുത്തെന്നാൽ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞിരുന്നാൽ ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുകയാണ്, അതൊന്ന് കണ്ടോട്ടെ എന്നാണല്ലോ മറുപടി. താങ്കളായിരിക്കും ആരാ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. വാർത്താ സമ്മേളനം തുടങ്ങിയപ്പം പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഈ വാർത്തകൾ കാണുന്നതാണ്. ഇപ്പൊ രാവിലെ മുതൽ വാർത്ത കണ്ട് എന്തൊക്കെയാ പറയേണ്ടതെന്ന് ആലോചിച്ച് ഓർത്തെടുത്തു. എന്താണ് തന്ന ക്ഷണക്കത്ത് അത് മാത്രം ഓർത്തെടുക്കാൻ? അല്ലല്ല, ഞാനിപ്പോ ക്ഷണക്കത്ത് പോയി എന്നെ നിരവധി ആളുകൾ കല്യാണങ്ങൾക്ക് വിളിക്കാറുണ്ട്. നിരവധി ആളുകൾ മറ്റോരോ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് ഓർത്തിരുന്നു പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പറ്റി നിത്യ സന്ദർശകനാണെന്ന് അപ്പോൾ അത്രത്തോളം പരിചയമില്ലേ? ഞാന് പോയ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ പോയി. അന്ന് അദ്ദേഹം ഈ സ്വർണ്ണ കൊള്ള നടത്തിയതും ശബരിമല കൊള്ളയടിച്ചുകൊണ്ട് പോയ ആളാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അവിടെ പോയത്. അങ്ങനെ എങ്കിൽ ഞാൻ അവിടെ പോയില്ല. പിന്നീട് ഒരു തവണ ഞാൻ അവിടെ വീണ്ടും പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടെ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ വേണ്ടി പോകണം എന്ന് അറിയിച്ചനുസരിച്ച് അവിടെ പോയി. അതൊരു ക്ഷേത്രത്തിലാണ് പോയത്. ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന അവസരത്തിൽ അദ്ദേഹം പിന്നെ അവിടെ പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറോ ആരൊക്കെ ഉണ്ടായിരുന്നു. ആരാ ദേവസ്വം ബോർഡ് മെമ്പർ ഞാൻ ഓർക്കുന്നില്ല, എനിക്കറിയില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. പറഞ്ഞ നിത്യ സന്ദർശനം അല്ല എന്നല്ലേ? പക്ഷെ ഉണ്ണികൃഷ്ണൻ പോയിട്ടിയുടെ വീടിന്റെ അയൽക്കാരൻ പറയുന്നത്, അയൽവാസി പറയുന്നത് താങ്കളുടെ നിത്യ സന്ദർശനാണെന്നാണ്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. അയൽക്കാരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ എന്താ നമ്മള് പെയ്ഡ് അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പെയ്ഡ് സാക്ഷികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ പെയ്ഡ് സാക്ഷി എന്ന് പറയുന്ന ആളിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തും. ഈ പുളിമാത്തെ വീട്ടിൽ എത്ര തവണ പോയി എന്ന് ഓർക്കുന്നുണ്ടോ? കാരണം നിത്യസന്ദർശനായിരുന്നു എന്നാണ് ഇപ്പോ നിത്യസന്ദർശകൻ എന്ന് നിങ്ങളുടെ മലമുറി ചാനലാണ് എന്നെ നിത്യസന്ദർശകനാക്കി മാറ്റിയിട്ടുള്ളത്. അതിപ്പോ എത്ര തവണ പോയി എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോ. നിങ്ങളല്ലേ ഇപ്പോൾ കണ്ടെത്തി ഓരോ കാര്യങ്ങളും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. എനിക്ക് പറയാനുള്ള മറ്റ് ചാനൽ ഉള്ള ആളുകളും ഈ കാര്യങ്ങൾ പിന്നെ പറയണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകളെ കൂടി ഞാൻ ശേഷം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശേഷം
ഏത് ഈ സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് പോയിട്ടില്ല. ഞാനിത് ഇത്തരക്കാരനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഞാന് പിന്നെ അവിടെ പോയിട്ട് ചെറിയ ഒപ്പം ഉണ്ടായിരുന്നു സാറിന് ബാംഗ്ലൂർ വന്ന് കണ്ട ഈ ചുനക്കത്തെന്ന് സാറ് പറയുന്ന എനിക്കറിയില്ല ആരാണെന്ന് എനിക്കറിയില്ല. അയാളോടൊപ്പം ആരോ രണ്ടോ പേരുണ്ടായിരുന്നു എന്റെ ഓർമ്മ. രമേഷ് ബാബു കൂടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല രമേഷ് ബാബു ഏതാണെന്ന് എനിക്കറിയില്ല. രമേഷ് ബാബു അല്ല എനിക്കറിയില്ലെന്ന് അറിയാത്തവർ അത് ഏത് ചാനല കൈരളി അന്ന് ചോദിക്കുന്നു. താങ്കൾ പറയുന്നത് പോലെ ഇത്രയും നിഷ്കളങ്കമായിട്ടാണ് കടകംപള്ളി ഇക്കാര്യത്തിൽ എനിക്ക് കടകംപള്ളി തന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കടകംപള്ളി എന്തൊക്കെയാണ് തന്നിരിക്കുന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ എന്റെ കാര്യം ഞാൻ ഇന്നലെ നിയമസഭയിലെ ഇതായിരുന്നു വിഷയം. അപ്പോ ഭരണപക്ഷം UDF-നെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിരോധം തീർത്തത് താങ്കളുടെ പേരും സോണിയാഗാന്ധിയായി നടത്തിയ പോറ്റിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ഉന്നയിച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാവുന്ന സമയത്ത് UDF-ന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഘടകമായിട്ട് താങ്കളായിട്ടുള്ള ഈ ചിത്രങ്ങളും സോണിയാഗാന്ധി. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ ചാനൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ നിങ്ങൾ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കുന്നവരാണ് എങ്കിൽ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കണം. അതിനപ്പുറം ആരെയെങ്കിലും ഒരാളിനെ ടാർഗറ്റ് ഇട്ടുകൊണ്ട് ആ ടാർഗറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആരാണെങ്കിലും അതിനെ യോജിക്കാൻ അടൂർ പ്രകാശിനെ ഈ രമേശ് റാവുവിനെ താങ്കൾക്ക് അറിയാം? എനിക്കൊരു ഞാൻ നിങ്ങളോട് താങ്കളോടല്ലേ പറഞ്ഞത്. രമേശ് റാവു എന്ന് പറഞ്ഞ ആളിനെ എനിക്കറിയില്ല. താങ്കൾ ഇങ്ങനെ അറിയാമോ എന്ന് ചോദിച്ച് പരമ്പൊരി ചാനലിൽ നാളെ വരും രമേശ് റാവു അടൂർ പ്രകാശിന്റെ സുഹൃത്താണെന്ന് വരെ വേണ്ടി വന്നാൽ പരമ്പൊരി ചാനലിൽ പറയും. ഇപ്പൊ കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന എനിക്കറിയാം. ഈ താങ്കൾ ഉണ്ണികൃഷ്ണൻ പൊന്നിയെ കണ്ടതിൽ കുഴപ്പമില്ലെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ കടകംപള്ളി സുരേന്ദ്രനും ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ കൈരളി ചാനലിന് വേണ്ടി പ്രത്യേകം ഒന്നും പറയാനില്ല. ഈ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, അത് ജാഗ്രത പുലർത്തുന്ന ഒരു വിവരം അറിയുമ്പോഴാണ് ഒരാളിനെ കുറിച്ച് ഒരു കള്ളനാണോ മോഷ്ടാവാണോ കൊള്ളസംഘക്കാരനാണോ എന്ന് ഒരാളിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞു. ഇപ്പൊ നാളെ നിങ്ങളെ കുറിച്ച് അറിഞ്ഞാലും ഞാൻ നാളെ നിങ്ങളെ അടുപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. നാളെ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽ വന്നാൽ നിങ്ങൾ ഇനി എന്തു പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായി ബന്ധം വിച്ഛേദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൊതുപ്രവർത്തകൻ, ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്.